അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാന്ത്വനം നൽകിയ ഒരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആമുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കരുതെന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്താ കണ്ടത്? ജെറമ്യാ കണ്ടില്ലേ? 2:13 എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അതാണ്, അത് തിന്മയാണെന്നാ പറയണത്. ദൈവത്തെ അവഗണിക്കണത് തിന്മയാണെന്നാ പറയണത്. 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട്. മത്തായി 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു, 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ്? ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ്.
നമ്മളെ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം. എന്താണ്? ദൈവത്തെ അവഗണിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവഗണിക്കുന്നത്? അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ, ഇപ്പം ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ലേ? എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാമെന്ന് പറയും. എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് പുറത്ത് നിന്നിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവഗണനയായിട്ടാണ് വന്നത്. ദൈവത്തെ അവഗണിക്കുന്നത് തുല്യമാണ്. കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബൈ ദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു, അബാൻഡൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും. ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുസ്യൂതമായിട്ടുള്ളതാണത്. അപ്പം അനുസ്യൂനത എന്ന് വേണേൽ പറയാം. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത്. ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി. അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലല്ല. കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത്. പതുക്കെ അത് കുർബാനയിലേക്ക് കയറി പിടിക്കും. പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും. അങ്ങനെ പതുക്കെ അവഗണിച്ച് പോകും. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് ദൈവം അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വരുന്ന ഒരവസ്ഥ വരും. എന്ന് വെച്ചാൽ ഫലത്തിൽ അവഗണിച്ച പോലെയാവും. ദൈവം അവഗണിക്കുന്നില്ല, ദൈവം പരിഗണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സാവാത്ത, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഒരു അരാജകത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപ് കാലത്ത് തിരിച്ചു നടക്കാനും അനുഭവിക്കും. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിയോ, വൈഫിൻ്റെ പേര് ഷൈല. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലായി 30 വർഷത്തോളമായി. അവിടെ ഒരു ട്രഷറിയിലെ സീനിയറായിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു 30 വർഷമായിട്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. 2011 എന്നെ ഒരു ആക്ടിംഗ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആക്ടിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒഫീഷ്യൽസ് 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിംഗ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത്. പിന്നീട് അത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു. അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുകയുണ്ടായി. 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ആ സമയത്തെല്ലാം ഞങ്ങൾ 2019 ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അപ്പോൾ അവർ എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതി കേസായി മാറുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു. ആദ്യമായിട്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും 10 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫെബ്രുവരി 2023 എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ മീനിങ് ആയിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് 2023 ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർന്നു. ഞാൻ മെൻ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു. ഓഗസ്റ്റ് 27 ഞാൻ ഇവിടെ വരികയും 5 ദിവസത്തെ ലീവിന് വേണ്ടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു തന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി പുതിയ വക്കീൽമാരെ വെച്ചു. അങ്ങനെ ആ കേസ് അവസാനം 2025 കേസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ഈശോ എന്നോട് പറഞ്ഞു, ജിയോ ഓപ്പൺ ഫിലിപ്പ് 2:15. എനിക്ക് ഫിലിപ്പ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അതിലത്തെ വചനങ്ങളും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുണ്ടായി, ഫിലിപ്പ് 2:15 പറയുന്നു, അതിലെന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. ഇവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതാണ് എനിക്ക് കിട്ടിയ വചനം. ആ വചനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 24 ഒക്ടോബർ 2025 ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ പോൾ, അവിടെ എന്നെ അങ്ങനെ വിളിക്കുക, മിസ്റ്റർ പോൾ, എല്ലാ കേസുകളും നിന്നെ വിമോചിച്ചിരിക്കുന്നു, നീ കുറ്റക്കാരനല്ല ഒന്നിലും. അങ്ങനെ എന്നെ കോടതി വെറുതെ വിടുകയും ദൈവത്തിന് അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറിയൻ ഷ്രൈൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവിടുത്തുകാരാണ്, കൂടുതലും ബ്ലാക്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അവരെ കൊണ്ട് ഉടമ്പടിയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയറും ഈ പേപ്പർ കൊടുത്ത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ച്. പക്ഷെ അതിനുള്ള ഒരു പ്രയാസം, അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം മലയാളത്തിലായതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും ഞാൻ കേൾക്കുകയും അതിലുള്ള എല്ലാ വചനങ്ങളും ഇംഗ്ലീഷിലാക്കി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ എഴുതി ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട്. ധ്യാനം കേൾക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 200 പേർക്കെങ്കിലും ദൈവവചനം ഞാൻ എത്തിക്കും ഓൺലൈനിൽ കൂടി ഇംഗ്ലീഷിൽ. ഇതാണ് കൂടുതലായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത്. കൂടാതെ കാരുണ്യ പ്രവർത്തികൾ
ഞാനും ശൈലിയും കൂടി 25 പാവപ്പെട്ട ഫാമിലിക്ക് ഈ ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് വാങ്ങിച്ച് എല്ലാ മാസവും കൊടുക്കും. അങ്ങനെ പിന്നെ ചെറിയ പാവപ്പെട്ട ആര് സഹായം ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യും. ആ രീതിയിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. എന്നെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ശുണ്ടിക്കുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ശുണ്ടിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റായിട്ട് പോയി. ആർക്ക് വേണമെങ്കിൽ ഞാൻ ചീത്ത പറയാം, ഒരു കുഴപ്പമില്ല. അത് മുഴുവൻ ഈശോയുടെ നാമത്തിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അത് ആ ഉത്തേജനം കിട്ടിയത് ഫാദർ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. എന്ത് ചെയ്താലും നന്ദി താങ്ക്സ് പറയുക. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ്ഫുള്ളാണ്. ഈസ് വർക്കിംഗ് വെരി വെൽ. പിന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയും അഖണ്ഡ ജപമാല ചെല്ലും. എല്ലാ ദിവസവും സമ്പൂർണ്ണ 4 റോസറീസ് വെച്ച് എല്ലാ ദിവസവും ചെല്ലും. പിന്നെ മറ്റു പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കേസ് പോകാൻ കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടൽ കാരണം മാത്രമാണ് ഈ കേസ് എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷൈല. ഞാൻ ഈ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആ കേസിൽ ഹസ്ബൻഡായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഞങ്ങളും മക്കളും ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കേസിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. മാതാവിനെ ഞാൻ 3-4 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ ഈ കേസിൻ്റെ വിധി പറയണതിൻ്റെ തലേന്ന് രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിൽ ഞാൻ ആക്ച്വലി കാണുന്നത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ മമ്മി മരിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കാണുന്നത് മമ്മീനെയാണ്. ഞാനൊരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ മമ്മി മുറിയിൽ വന്ന് കയറി വരും. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി എങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നേ? ഞാൻ മുറിയൊക്കെ പൂട്ടി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അത് നീ പൂട്ടിയാലും ഞാൻ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞു. ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മിയല്ലായിരുന്നു, മാതാവായിരുന്നു എന്ന്. കാരണം തലയിൽ കൂടി തുണിയെല്ലാം ഇട്ട് ഗ്രേ കളറിലെ ഉടുപ്പിട്ട ഒരമ്മയാണ് ഞാൻ കണ്ടിരുന്നത് സ്വപ്നത്തിൽ. അതിൽ ഞാൻ സംസാരിച്ചത് എൻ്റെ മമ്മിയോട് സംസാരിക്കണ പോലെയാണ്. പക്ഷെ ഉണർന്നപ്പോൾ അത് അമ്മയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ കേസ് ഒരു വിജയമാകുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. അക്രൈസ്തവരായ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ മോന് 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമ്മ ഹിന്ദുസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവിൽ വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കാൻ? അങ്ങനെയെങ്കിൽ കൃപാസനത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവരെന്നും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ അവരുടെ മരുമകൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു മോളെ കിട്ടുകയും ചെയ്തു. അതുപോലെ വേറൊരു അക്രൈസ്തവ എൻ്റെ കൊളീഗായിരുന്നു. അവർക്കും 2ാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവ് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ സ്വാഗതം ചെയ്തതെന്ന് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകി. അങ്ങനെ ചെറുതും വലുതുമായ എല്ലായിടത്തും ഞങ്ങൾ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ജിയോ കോർട്ടിൽ പോകുമ്പോൾ കോർട്ടിൽ എന്ന് പോയാലും ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ് എല്ലാ കാര്യങ്ങളും. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ദൈവകുമാരനും. ജോസ്, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. 2024 ജൂലൈ 10-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ മരിയൻ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള നല്ലൊരു കുരിശടിയുണ്ട്, മനോഹരമായൊരു കുരിശടിയുണ്ട്. ഞാൻ അവിടെ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും പരിശുദ്ധമായ ജപമാലയുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അത് ചൊല്ലുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ
കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഈ ഉടമ്പടി ശരിയായ ഒരു രീതിയാണോ, ഇത് ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന ബ്രദർ പോൾ എന്ന് പറയുന്ന ബ്രദറിനെ ഞാൻ വിളിച്ചു. അദ്ദേഹവുമായി എൻ്റെ പ്രശ്നങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെന്ന് ആ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 10-ാം തീയതി ഞാൻ ഇവിടേക്ക് വന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ഭുതകരമായ തിരക്കും യാത്രയുടെ ക്ഷീണവും, എനിക്കാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം കൂടിയൊക്കെ ആയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെയോ ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഒന്നുണ്ടായില്ല. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ മുമ്പും ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ടായിരുന്നു. 10 സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 20 സ്റ്റെപ്പായിട്ട് ഞാൻ പുറകിലേക്ക് പോകും. അതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഉടമ്പടിക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നു. ദൈവം അകലെയല്ല, അടുത്ത് തന്നെയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും വലിയ മധ്യസ്ഥയാണെന്നുള്ള വലിയ ശക്തമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരു സ്നേഹിതനോടെന്ന പോലെ, ഒരമ്മയോടെന്ന പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനുള്ള, ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസം ജൂലൈ 30-ാം തീയതി എൻ്റെ ഈ മകൻ റിജോ, എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്, അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള നഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത്. പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിംഗ് ഉണ്ടായി, ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, ഇവന് നെഞ്ചുവേദന തുടങ്ങി, ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയപാടെ ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത്. കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അമ്മ, ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ, ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല, ഞാൻ പരിശുദ്ധമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലവുമുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല. ഓരോ നിമിഷം കഴിയുന്തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു. ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു, ഇനി ഇവനെ ജീവനോടെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ്. വെറും 30% താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഈ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. പക്ഷേ എത്ര മണിക്കൂറെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻറ്റാണ്. എക്മോ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക. അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ചു വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡായിട്ട് കഴിയേണ്ടതായി വരും. ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ്. യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു.
കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ അവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മരുന്ന് മാറി കുത്തിവെച്ച് കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി. അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ. പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു, പോലീസ് എൻക്വയറി നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ പുറമേ മത്സരം, ഉള്ളിലോ ഭയം. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു. ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 10ഓളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു. മതവ്യത്യാസമില്ലാതെ, സഭാവ്യത്യാസമില്ലാതെ പലരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കും, അത് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച, 4-ാം തീയതി ഞായറാഴ്ച, എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു. അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു. ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഇവൻ്റെ അടുക്കലെത്താൻ വേണ്ടി എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ 3-ാമത്തെ നിലയിലുള്ള ICUയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നിനക്കന്നതിന് സാധിച്ചില്ല. ഇപ്പോൾ ഇതാ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ നിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ എത്തിക്കണം, ബാക്കി അമ്മ നോക്കിക്കൊള്ളും. ഈ ബാക്കി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ICUവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ ലിസി അവിടെയുണ്ട്. ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7:30 വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് മകനെ കാറ്ററ്റിസം പഠിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത്. അദ്ദേഹവും വെഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി. അവിടെ രോഗിയെ കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു. അവർ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്നേറ്റു. ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റ്യൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ 3 പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി. ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് ICUവിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി. ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ICUവിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം വരച്ചു. കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ICUവിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുത മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്, ഈ മകൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ടുവച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട്. എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയൊരു പത്രമാണ്. ഇതുവരെ തുറന്നു പോലും നോക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് എടുത്തൊന്ന് വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനെടുത്ത് വായിച്ചത്. അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു, കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ 2 കൈകളും വിരിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ജോസെ, മകനൊരു കുഴപ്പമില്ല, മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കരയണോ ചിരിക്കണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത്. ഇവൻ ICUവിലായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യവും ഇവൻ്റെ ECG മോണിറ്റർ നിന്നു. അതായത് ഇവൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത. പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല, ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല. ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ്, ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ, അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത്, ആ സമയം മുതൽ യവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. യവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി. യവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. 2 ആഴ്ചയോളം ഇവൻ ICUവിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഏകദേശം 6 മാസത്തോളം ഇവന് സമ്പൂർണ്ണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് നൽകിയ, ഇവൻ്റെ ജീവനെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിന്ധു ഡെൽസൺ, ഹസ്ബൻഡിൻ്റെ പേര് CC ഡെൽസൺ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞാൻ 2019 മാർച്ച് 19 ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനുശേഷം 2 സാക്ഷ്യങ്ങൾ ഈ പരിശുദ്ധ അൾത്താരയിൽ ഞാൻ പറഞ്ഞു. ഇത് 3ാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് എനിക്ക് മാതാവിനെ 24 മണിക്കൂറും ഞാൻ മാതാവിൻ്റെ ഭക്തിയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാതാവിനെക്കുറിച്ച് എനിക്ക് ആ ഒരു 5-6 ലൈൻ എനിക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അത് ഓടിപ്പോയി അത് എഴുതി വെച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നണ ഒരു ട്യൂൺ ഇട്ടിട്ട് ഞാനത് പാടി. മോൻ മ്യൂസിഷ്യനാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കിത് കവർ സോങ് ചെയ്ത് റീല് ചെയ്ത് മാതാവിനെക്കുറിച്ച് എല്ലാവരും അറിയണം, അപ്പോൾ എനിക്ക് മോൻ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവൻ അതിലുള്ള കുറവുകളൊക്കെ തിരുത്തി എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അതൊക്കെ റെഡിയാക്കി. എനിക്ക് പാടാനുള്ളൊരു സമയം സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്താണ് ഒക്ടോബർ 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ
ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു, മാതാവേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഗിഫ്റ്റ് വേണമെന്ന്. അപ്പോൾ എനിക്കെന്ത് ഗിഫ്റ്റാണ് തരുന്നത് October 26 പറഞ്ഞു. അന്ന് വൈകുന്നേരം രാത്രി മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫിലിമിലേക്കാണ്. അപ്പോൾ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പാട്ട് ഫിലിമിൽ വരുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ എന്നെ പാടിപ്പിച്ചു. പാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ ആ ഒരു വോയിസായിരുന്നു ആ ഫിലിമിന് വേണ്ടതെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ആ ഫിലിം ഇച്ചിരി വൈകിയാണ് റിലീസാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന് ശേഷം എനിക്ക് എപ്പോഴും 777 എന്ന നമ്പർ വരുന്നു. അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എന്താണാവോ എനിക്ക് 7 എന്നുള്ള നമ്പർ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ രജിച്ചേട്ടൻ ഇങ്ങനെ മൂളിയിട്ട് അങ്ങോട്ട് വിട്ടു. പക്ഷേ 7-ാം തീയതി രാവിലെ ഒന്നും സംഭവിച്ചില്ല, ഉച്ചക്കും ഒന്നും സംഭവിച്ചില്ല. വൈകുന്നേരം പോയപ്പോൾ വീണ്ടും എൻ്റെ മോൻ പറഞ്ഞു, അമ്മയുടെ പാട്ട് ഫിലിമിലേക്ക് എടുത്തു, അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലിം അന്നേരം റിലീസായിട്ടില്ല. ആ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് November 11 അത് ഇട്ടു. പക്ഷെ അന്ന് ആ ഡേറ്റ് മുതൽ ആ വീഡിയോ, ആ സോങ് ഭയങ്കരമായിട്ട് ഹിറ്റെന്നല്ല മെഗാ ഹിറ്റായി. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ മനസ്സിലോർത്തത് എൻ്റെ മാതാവിന് ഈ പാട്ട് എഴുതി മാതാവിനെ മഹത്വപ്പെടുത്തി ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ മാതാവ് തിരിച്ചെനിക്കൊരു സമ്മാനം തന്നത് എൻ്റെ പാട്ട് ലോകം മൊത്തം അറിയിപ്പിച്ചു. അതിനുശേഷം ഇത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് റിലീസാവുള്ളതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഇല്ലടാ, അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുൻപായിട്ട് ആ പടം റിലീസാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതെനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ December 5 തന്നെ ആ പടം ഹിറ്റായി, ആ പടം റിലീസായി. അതിപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ, എനിക്ക് ഫോൺ താഴെ വയ്ക്കാനുള്ളൊരു സമയമില്ല, അത്രയ്ക്ക് ആരാധകരും എന്നെ അറിയാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ച് എനിക്ക് ഓടി വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത അന്നാണ് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ വന്നു. 7.5 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അത്രയേറെ എന്നെ മാതാവ് മഹത്വപ്പെടുത്തി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചേട്ടനോടും ഇതിനെനിക്കൊരവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും മാതാവിനെ ഉടമ്പടി ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് കാരുണ്യപ്രവൃത്തികളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ മക്കളെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് മാതാവ് അതിനുള്ള കൃപ നൽകണം. ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും തേനും ഒക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ, മാതാവിൻ്റെ കാശിരൂപമൊക്കെ കയ്യിൽ പിടിച്ച് ആദ്യമായിട്ടാണ്. ഞാൻ സ്റ്റേജിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല, എങ്ങും പോയി പാടിയിട്ടില്ല. ഞാൻ പാടുന്ന പാട്ടൊക്കെ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ വാനോളം ഉയർത്തിയതുപോലെയാണ്. സിന്ധു ഡെൽസൺ ഇപ്പോൾ ഒന്നടിച്ചു കൊടുക്കുമ്പോൾ, എവിടെ ഒന്നടിച്ചു കൊടുത്താലും എല്ലാ മീഡിയാസിലും എൻ്റെ പേരും പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നേ. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പത്രം കിട്ടുമ്പോൾ അതെല്ലാം ഓരോ വീടുകളിലാണ് നടന്ന് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ ആഴ്ചയിൽ ഇവിടെ വരും. ഈ 2 ദിവസം മുമ്പ് വന്ന് 3-4 കെട്ടുകൾ പത്രം മേടിച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം പോലും വീട്ടിൽ വയ്ക്കാതെ പിറ്റേ ദിവസം തന്നെ നടന്ന് സൈക്കിളിൽ പോയി എല്ലാ വീടുകളിലും ഓരോ വീടുകളിലും പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളവിടെ ഒരാളുണ്ട് അവിടെ, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മാനസിക രോഗികൾക്ക്, അതായത് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിക്കാൻ പോകാൻ, ഈ രോഗികളെ ഇരുത്തിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി ആ ഭക്ഷണപ്പൊതി കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അത് വേറെ തന്നെയാണ്. അങ്ങനെ 2 ആഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ 10-20 പൊതി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ മീഡിയാസിൽ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ അതിലൂടെയും കൊടുക്കാറുണ്ട്. പിന്നെ
എൻ്റെ വായി കൊണ്ട്, അതായത് ഒരാളോട് എനിക്ക് നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നതാണ്, അത് എന്തെങ്കിലും ഞാൻ പറയുകയാണ്. എൻ്റെ ഈ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഫ്ലോപ്പായ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യം എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ആ ജീവിത രീതി അറിയാവുന്ന ആൾക്കാർ ഇവരെങ്ങനെ ഇങ്ങനെ എത്തിയെന്ന് അറിയുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനെ കൂടുതൽ മഹത്വപ്പെടുത്താൻ, ഞാൻ വായിൽ എന്താ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ ഞാൻ സ്നേഹത്തോടു കൂടി മാതാവിനെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഒരുപാട് പേര് എൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കും സൗഖ്യവും രോഗസൗഖ്യവും കിട്ടിയിട്ടുണ്ട്. ഞാൻ വയ്യാത്ത ചേട്ടനാണെങ്കിൽ വയ്യാതെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവർക്ക് തൈലമിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കും. ഭയങ്കര ഇതാണ്. എൻ്റെ ചേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ ആത്മീയതയിൽ, ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥനയെല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇനിയും ഉടമ്പടിയിൽ ജീവിക്കാനും ഉടമ്പടിയോടെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ കൂടുതൽ ആത്മീയതയിൽ വളർത്തുവാനും സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോടും പരിശുദ്ധ യേശുപ്പച്ചനോടും 1000 നന്ദി. ആത്മീയമായിട്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഞാൻ കുമ്പസാരിക്കും, പിന്നെ ബൈബിള് വായിക്കും. മറ്റുള്ള പത്രം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മടിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 100 കെട്ട് പത്രം ഞാൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത്. അതിൻ്റെ ഉള്ളിൽ അത്രയും പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതുക്കിയപ്പോൾ ഞാനൊരു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു കേബിളിൻ്റെ വർക്ക് പോകണ ഒരു പയ്യൻ, അവൻ ഷോക്കടിച്ചിട്ട് അരയ്ക്ക് താഴെ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ മകൻ്റെ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗം വെച്ചത്. അപ്പോൾ ആ മകന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഒരു രോഗികളെ കാണാൻ പോകുമ്പോഴും ഒരു വീട്ടിലെ ഒരു മോൻ സ്ട്രോക്ക് വന്ന് തളർന്ന് ഒരു ഇടത്തെ കൈയും കാലും തളർന്നിരിക്കുകയാണ്. ആ മകനും നമ്മൾ അങ്ങനെ ആ മകനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മൾ നിയോഗത്തിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റുള്ള കാരുണ്യപ്രവർത്തികളാണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ടും ഒക്കെ ഞങ്ങൾ തന്നെ ഇത്രയും അനുഗ്രഹം തന്ന ഞങ്ങൾക്ക്, ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരന് 1000 നന്ദി പറയും. ആലീസ് അബ്രാഹാം, ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബിറ്റ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാതാവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ ആത്മാവും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ അതിവിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ 17 വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടായിയുടെയും കൊച്ചിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനും കടങ്ങൾ വീട്ടുവാനും വേണ്ടി. ആ സമയത്താണ് 4-5 വർഷമായി ഞങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് എല്ലാം ചെയ്ത്, പക്ഷേ കൊറോണ മൂലം അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് UK പോകാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ അവിടെ ഭയങ്കരമായിട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ വൈഫ് ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്ന ഇങ്ങനെ ബീനയ്ക്ക് NHS ജോലി കിട്ടി, ചേട്ടൻ അപ്ലൈ ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറയണേ. അപ്പോൾ ബീന എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുത്തു. ബീന അന്ന് 12 മണി രാത്രി 12 മണി 1 മണിയായപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചിന് പറഞ്ഞ് ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കൊച്ച് അതെല്ലാം അപ്ലൈ ചെയ്തു. ഞങ്ങൾ 80-85ഓളം ആപ്ലിക്കേഷൻ അയച്ചു. അതിൽ നിന്ന് 2 ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ വർത്തിങ്ങിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചു സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ഇമെയിൽ വിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ കെയർ ഹോമിൽ ഒരു CQC പ്രോബ്ലം മൂലം ആ കെയർ ഹോം ക്ലോസ് ചെയ്യാമെന്ന് അറിയുന്നത്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പേപ്പർ തന്നു. ഞങ്ങളാകെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു.
ആ സമയങ്ങളിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ വീട്ടിലുണ്ട്. ആ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഈ ജോലി എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇത് ഇൻ്റർവ്യൂ പാസ്സായാലും ഇല്ലെങ്കിലും മമ്മിക്ക് എങ്ങനെയാണ് ജോലി കിട്ടണേ, സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മിക്ക് ജോലി കിട്ടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും തരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങളെന്നും രാവിലെ വൈകിട്ടും എന്നും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയും മോള് എന്നും മാതാവ് പറഞ്ഞു കൊടുക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും മോളെ എന്ന് പറയുമ്പോൾ കൊച്ചു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും ക്ഷീണം അല്ലെങ്കിൽ അസുഖം കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന മോള് വന്ന് വിളിക്കും, അമ്മ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൊച്ചിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ മോള് വന്ന് ഞങ്ങൾ വിളിപ്പിച്ച് മോള് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കെയർ ഹോം കൂട്ടണം കൊണ്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പോയി. ആ ദിവസം വന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 10 മണിക്ക് ഞങ്ങൾക്ക് എത്തേണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, നമുക്ക് ഈ സഹനങ്ങളും കഷ്ടങ്ങളും എല്ലാം തരുന്നത് ഈ ജോലി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, നിനക്ക് എങ്ങനെ ജോലി കിട്ടും, അത് ഇൻ്റർവ്യൂ പാസ്സായാലും സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ജോലി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തരും, അതുകൊണ്ടാണ് ഈ സഹനങ്ങളെല്ലാം എനിക്ക് തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലുള്ള എബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. അപ്പോൾ എബിൻ പറഞ്ഞു, ഞാൻ 10-15 വർഷമായിട്ട് ഇതുവരെയും അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എന്നാലും നിങ്ങളുടെ കെയർ ഹോം പൂട്ടുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകണമല്ലോ, അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയിക്കോ, അതൊരു എക്സ്പീരിയൻസ് ആവുന്നല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളെ എല്ലാവരെയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാവരെയും അകത്ത് കയറ്റി മേട്ടൻ ആദ്യം പറയുന്നത് ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ചു, സ്പോൺസർഷിപ്പ് കിട്ടുമെന്നല്ലേ കൊടുക്കുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം മാതാവ് മാറ്റി എഴുതിയതെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ടാണ് അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കണേന്ന്. അപ്പോൾ ഞാൻ 8 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനറെല്ലാം ഓരോരുത്തരെ 2 പേരും വെച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് എക്സാമിന് പോയി. അപ്പം ഞാൻ ചേട്ടായിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി നന്നായി പ്രാർത്ഥിച്ചോ, ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും ഈ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പും ഞാൻ ഡോറിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ചേട്ടായി ഫോൺ എടുക്കാൻ പുറത്ത് പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഡിജി ചേട്ടൻ വന്ന് എന്നാ ചെറിയാച്ച കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടായി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ മേട്ടറും വന്നിട്ട് ചോദിച്ചു, ആടെ ഹസ്ബൻഡാണ് ഈ പുറത്ത് നിൽക്കുന്നത്, അവർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ കയറുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശ് രൂപത്തിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്മാർട്ടായിട്ട് നിൽക്കണം, സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ അതൊന്നും നോക്കാതെ കാശ് രൂപത്തിന് കൈ വിടാതെ കാശ് രൂപം പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാമായിരുന്നു ചേട്ടായി ആ റൂമിൻ്റെ കോറിഡോറിൽ നിന്ന് കാശ് രൂപം ചേട്ടായി കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അറിയാവുന്നതൊക്കെ പറഞ്ഞു, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അതുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷനായെന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു. അതേസമയം തന്നെ ഞാൻ വേറെ 2 നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അവിടെയും ഞാൻ ഉടമ്പടി ഉപ്പിട്ട് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ ഈ നേഴ്സിംഗ് ഹോമിൽ പ്രൈവറ്റ് സാലറി നല്ലതുണ്ട്, ഒരു നേഴ്സിംഗ് ഹോമിൽ എനിക്ക് മെഡിക്കേഷൻ കൊടുക്കാനായിരുന്നു.
അപ്പോൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേട്ടായി പറഞ്ഞു എനിക്ക് NHS ഗവൺമെൻറ്റിൽ ജോലി കിട്ടണമെന്ന് ഉടമ്പടിയിൽ വെച്ചായിരുന്നു. അതുപോലെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. 1 വർഷത്തിനുള്ളിൽ എനിക്ക് NHS ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ NHS സാലറി കുറവാണെങ്കിലും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച പ്രകാരം തന്നെ ഞങ്ങൾ NHS ജോലിക്ക് കയറി. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ എല്ലാം തീർക്കാനുള്ള പൈസകളൊക്കെ മാതാവ് തരുന്നത്. പക്ഷേ ആ സമയത്ത് ആർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ആ പൈസ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും മാതാവ് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കും. ഞങ്ങൾ എന്നും മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടായി പറയും, നീ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചാൽ ഇത് ചെളിയാക്കാതെ. അപ്പം ഞാൻ പറയും, ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട്, എനിക്ക് അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എനിക്കത് തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേട്ടായി ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് ചെന്നു. ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടായിനെ ആദ്യം അവർ സെലക്ട് ചെയ്തില്ല. എങ്കിലും ഞങ്ങൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടായി, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ മലയാളി ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മാനേജർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടായി തിരിച്ച് മാനേജറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മാനേജർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ ആ മലയാളി സ്റ്റാഫ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചേട്ടായി അവിടെ ആൻസർ പറഞ്ഞു. ചേട്ടായിയുടെ അമ്മേനെ അപ്പനെ എങ്ങനെയാണോ നോക്കിയത് ആ രീതിയിലുള്ള ആൻസറുകളാണ് ചേട്ടായി കൊടുത്തത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും അവിടെ മാനേജർ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്താലും മാതാവിൻ്റെ കൃപയാലും ചേട്ടായിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ആളെയും ജോലിക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ CBT OSCE എക്സാം തന്നെ ഇതുമാതിരി ഭയങ്കര പാടായിരുന്നു. ഞാൻ CBT എക്സാമിന് വേണ്ടി പോയപ്പോൾ കാശുരൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലും കീപാഡിലും പിന്നെ മൗസിലും ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പാട്ട് എളുപ്പമായിരുന്നു. പാട്ട് ബി ഭയങ്കര വിഷമമായിരുന്നു. ഒരു 100 ക്വസ്റ്റ്യനിൽ 10-15 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞ് അവർ എക്സാമിനർ വന്ന് ഇത് ക്ലോസ് ചെയ്യണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം അവരെന്നെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി റിസൾട്ട് മേടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ പാർട്ട് ബി പാസ്സായി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ വന്നു. അപ്പോൾ അടുത്ത പേപ്പർ ഞാൻ തുറന്നു നോക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാർട്ട് എ ഞാൻ തോറ്റുപോയി. എൻ്റെ മാതാവ് സാരമില്ല, എന്നാലും ഞാനൊരു ഇത് ജയിച്ചല്ലോ, സാരമില്ല എന്നോർത്ത് ഞാൻ രണ്ടാമത്തെ പേപ്പറും തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാർട്ട് എയും പാസ്സായി. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നാന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പുറത്തിറങ്ങി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ചേട്ടായിയോട് വിളിച്ചു പറഞ്ഞു, ചേട്ടായി എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷെ മാതാവ് എന്നെ വിജയിപ്പിച്ചു. നമ്മുടെ കയ്യിലൊന്നുമില്ല, കാശുമില്ല, ഒന്നുമില്ല, ഞാൻ ബലഹീനിയാണ്, കുറവുള്ളവരാണ്. എങ്കിൽ പോലും എൻ്റെ മാതാവ് എന്നെ തക്ക സമയത്ത് തന്നെ അവിടെ നിന്ന് സഹായിച്ചു. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനായാലും എക്സാമിന് പോകുമ്പോഴും ഞാൻ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ OSCE എക്സാമിൻ്റെ സമയത്തായാലും ഞങ്ങൾക്ക് 2.5-3 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ വേണമായിരുന്നു. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളാകെ വിഷമിച്ചിരുന്ന സമയത്ത് ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞായിരുന്നു, 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് വിഷമിച്ചാണ് ഇരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അത് 2 വർഷത്തിന് ശേഷമായാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ CBT പാസ്സായി, ഓസ്കി എഴുതാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ എന്തിയെ ചോദിക്കാൻ, ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞ് ആ കൊച്ച് നാട്ടിൽ പോകാൻ ലീവിന് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ പൈസ കാണില്ല, നാട്ടിൽ പോകില്ല, അതുകൊണ്ട് ജിനോ ഞങ്ങൾ ചോദിക്കാഞ്ഞെന്ന് പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ജിനോ ഞങ്ങൾക്ക് 1000 പൗണ്ട് തന്നു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, നീ അടുത്ത പൈസയ്ക്ക് ഞങ്ങൾ ആരെങ്കിലോടും ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജിനോ പറഞ്ഞു, ഈ ചേട്ടന് എത്ര പൈസ വേണ്ട, ഞാൻ അത്രയും തരാമെന്ന് പറഞ്ഞു. ആ കൊച്ച് അപ്പം തന്നെ ഞങ്ങൾക്ക് ജിനോ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം തന്നെ ഞങ്ങൾ ഓസ്കി എക്സാം ബുക്ക് ചെയ്തു. ഓസ്കി എക്സാം എനിക്ക് മോക്ക് എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഒത്തിരി താന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം 5 ദിവസം ഞാൻ പ്രാർത്ഥനയും കുറച്ച് സമയം ഉറങ്ങി, ബാക്കി പഠിപ്പും പ്രാർത്ഥനയായിട്ട് തന്നെ 5 ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഓസ്കി എക്സാം എഴുതി. പക്ഷേ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഓരോന്നിലും ഓരോ മിസ്റ്റേക്ക് ഉള്ളതായി തോന്നി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഉവ്വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞു. എനിക്കൊന്നും പറയാനുണ്ടായില്ല, കാരണം ഞാൻ ഭയങ്കര മനോവിഷമത്തോടുകൂടിയാണ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ചേട്ടായി ചോദിച്ചു എങ്ങനെയുണ്ട് എക്സാം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ദൈവം എന്താണ് തീരുമാനിക്കണേ, ദൈവത്തിൻ്റെ ഇഷ്ടംമാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾക്ക് ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ CBT എക്സാം എഴുതിയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓസ്കി എക്സാം എഴുതിയപ്പോഴും ഞാൻ വിളിച്ചു പറയായിരുന്നു, ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. അപ്പോൾ ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചിയും ചേച്ചിമാരെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രാർത്ഥിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒത്തിരി പേര് നിന്നൊക്കെ സ്മാർട്ടായിട്ടുള്ള മിടുക്കുകളും ചെറുപ്പക്കാരും ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം പോയി 2-3 പ്രാവശ്യം എഴുതണം. പിന്നെ നിനക്ക് ഒറ്റ പ്രാവശ്യം കിട്ടണമെന്ന് നീ പറയണേല, എന്നാ ദൈവത്തിന് ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ മാതാവിനറിയാലോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നീ അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ നീ എക്സ്ട്രാ പൈസ കൊടുക്കണം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കടങ്ങളാണ് മാതാവിനറിയാലോ, എൻ്റെ മാതാവേ ഞങ്ങളെ ജയിപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ചേട്ടായി നീ വിഷമിക്കൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപ കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ടാക്സി കയറിയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ ഓസ്കി പാസ്സായി എന്ന് പറഞ്ഞ്. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം കഴുത്തിലുണ്ട്. ആ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു മാതാവിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ID ചെക്കിനായിരുന്നു. ID ചെക്കിനായാലും ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ID ചെക്കിൽ എൻ്റെ നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കത് എവിടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ എനിക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, എനിക്കത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല മാതാവേ, എങ്ങനെയാണ് പോയതെന്ന് ഒരു ബോധ്യമൊന്നുമില്ല, നീ മാതാവ് എനിക്ക് കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരള കൗൺസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ ഭാഗം കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, അവിടെയൊന്നും കണ്ടെത്തിയില്ല. എൻ്റെ ചേച്ചിയുടെ മോനെ കേരള കൗൺസിൽ വിട്ടു, അവിടെയും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വിട്ടു, ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞായിരുന്നു. എൻ്റെ ഓസ്കി CBT എക്സാമിന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഓരോ വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. ആ വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു.
അപ്പോൾ അന്നേരം അവരെനിക്കൊരു ഇവിടുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എന്നായാലും കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ചേട്ടായി ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടു ചേട്ടായിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി സർട്ടിഫിക്കറ്റ് കിട്ടിയിടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, ചേട്ടായി ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടായി എണീറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടായി ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്, ഏത് ബാഗിൽ നിന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ID ചെക്കിന് പോണ 2 ദിവസം മുമ്പ് ഞാൻ കേരള കൗൺസിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മോളുടെ പേര് ആലിസ് എബ്രാഹം അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കിട്ടുമെന്ന്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ID ചെക്കിന് പോകാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ID ചെക്ക് കംപ്ലീറ്റ് ആക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു നല്ല പ്രാർത്ഥന അനുഭവമുള്ള കൊച്ചായിരുന്നു. ആ കൊച്ചിൻ്റെ മമ്മി എനിക്ക് വേണ്ടി വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എക്സാമിനർ ID ചെക്കിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കേരള കൗൺസിലാണ്, കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് എന്നിട്ട് നിങ്ങളുടെ കോപ്പി എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാരണം മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ID ചെക്കും കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓഗസ്റ്റ് 8-ന് 6-7-നും അച്ഛൻ്റെ ധ്യാനം ആഷ്ഫോർഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ 2 ദിവസം ധ്യാനത്തിൽ പോയി. ആദ്യം ഇംഗ്ലീഷും മലയാളമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. അതിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, മോൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു, അത്യാവശ്യമുള്ള 20 പേരുടെ മാത്രമേ പ്രാർത്ഥിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ കടന്നു പോണ വഴി ഈ മോളും അവിടെ അടുത്തുള്ള 2 കുഞ്ഞുങ്ങളും അച്ഛൻ്റെ കയ്യിൽ കൈക്ക് സ്തുതി കൊടുക്കണ മാതിരി കൈകൂപ്പി നിന്നു. അപ്പോൾ അന്നേരം അച്ഛൻ ഇവരുടെ തലയിലും തോളത്തും ഇങ്ങനെ കവിളിലും തട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതിൽ കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പുതുക്കുന്നവരെ ഉടമ്പടി എടുക്കുന്നവർക്ക് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൗൺസ് ചെയ്യാണ്, ഉടമ്പടി പുതുക്കിയവർക്കും ഉടമ്പടി പുതുക്കിയവരും ഉടമ്പടി എടുത്തവരും അല്ലാത്ത ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടൊന്ന്. അങ്ങനെ ചേട്ടായും കൊച്ചും മുട്ടുമേ നിന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എൻ്റെ മോന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മോൻ പുറത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കും മൊബൈൽ യൂസൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കൊച്ചിന് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചേട്ടായി പണ്ടേ മുതൽ ഒത്തിരി സഹായം ചെയ്യുന്നതാണ്. കടം മേടിച്ചായാലും പലിശക്ക് മേടിച്ചായാലും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ സമയങ്ങളിൽ 25 പാവപ്പെട്ട കുടുംബങ്ങളിലോട്ട് ഒരു വീട്ടിലോട്ടുള്ള കിച്ചണിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഓർഫനേജ് കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ എല്ലാം ഞങ്ങൾ ഓർഫനേജിലാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കും, പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കും. പിന്നെ പാവപ്പെട്ടവരെ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ പൈസ കൊടുക്കും. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കും. നാട്ടിലായിരുന്നപ്പോൾ ചേട്ടായി ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ UK-ലായിരുന്നപ്പോൾ അത്ര സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ യൂത്തിൻ്റെ അവർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ചുള്ള പൈസ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസിലിടാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് വന്ന പിള്ളേരോട് എല്ലാവരോടും
ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ചേട്ടായി അവരുടെ കമ്പനിയിലുള്ള എല്ലാവരോടും പിള്ളേരില്ലാത്ത പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് പറയും, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന്. ഞങ്ങൾ എല്ലാവരോടും തന്നെ പറയാറുണ്ട്. ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഉടമ്പടി ഇതെടുത്തത്. അമ്മ മാതാവിനും കർത്താവ് യേശുമിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ജെ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് നാഗ്പൂർ മഹാരാഷ്ട്രയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 8-ാം തീയതി 2025 2013 നവംബറിലാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞാനൊരു ബിടെക്കും എംടെക്കും നെറ്റ് ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. എന്നാൽ ഞാൻ 2013 സേവനത്തിൽ കയറുമ്പോൾ ഞാൻ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. എനിക്ക് ജോലി ലഭിച്ചതിൻ്റേതായൊരു സന്തോഷമുണ്ടെങ്കിലും അന്ന് മുതൽ ഈ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ ഒരു വിഷമം എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കഴിയുന്ന എല്ലാ എക്സാമുകളും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് PSC ആവട്ടെ, SSC ആവട്ടെ, UPSC, RRB എന്നിങ്ങനെ എനിക്കറിയില്ല ഏതൊക്കെ പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ 11 വർഷത്തോളം ഞാൻ ഈ സർവീസ് വളരെ നല്ല സേവനമാണ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ഉള്ളിലുള്ളൊരു വിഷമം എന്നെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് നാഗ്പൂർ. അങ്ങനെ ഇരിക്കെ 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം, എൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സാം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഓരോ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഫാമിലി അടക്കം, എൻ്റെ കുഞ്ഞുങ്ങളടക്കം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഓരോ സമയം അത് പരീക്ഷ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് കുറേ സമയം പോവും. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൃപാസനം എന്ന ദേവാലയത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എന്താണെന്നോ, ഇവിടുത്തെ എന്താണ് പ്രത്യേകത, ഇവിടുത്തെ ആചാരങ്ങൾ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ നിയോഗങ്ങൾ എന്താണ്, ഒന്നും എനിക്കറിയില്ല. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴും ഇവിടെ ഒരു ജനത്തിരക്കും ഒക്കെ കാണാറുണ്ട്. പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരീക്ഷ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ പരീക്ഷ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആദ്യം ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലെ പ്രാർത്ഥന കാണാറുണ്ടായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ബ്ലെസ്സിങ് ആണ്. അന്ന് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ അന്നത്തെ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അന്നത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു പ്രത്യക്ഷീകര പ്രാർത്ഥന. ആദ്യം ഞാൻ പ്രത്യക്ഷീകര പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന മാത്രം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ വചനം, അച്ഛൻ പറയുന്നത് വചനം എഴുതിയെടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഡെയിലി ഇത് കേൾക്കാറുണ്ട്. അതിനിടയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ എഴുതി. ജനുവരി 25 എൻ്റെ എക്സാം. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന കേൾക്കണം. പക്ഷെ കൃത്യമായിട്ട് 5:30 ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അത് കേൾക്കും അന്നത്തെ പ്രാർത്ഥന. അങ്ങനെ ഈ AAO എക്സാം, അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ഈ ഇടക്കാലത്ത് 2018, 2022 പിന്നെ 2024 ഉണ്ടായിരുന്നത്. 2018 അത് വിത്ത് ബുക്കായിരുന്നു.
അന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു, ഒത്തിരി വേക്കൻസി ഉണ്ട്. 2022 ആയപ്പോഴത്തേക്കും ബുക്കൊന്നും ഇല്ല, നമ്മൾ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ എഴുതണം. 24 ആയപ്പോഴും വിത്തൗട്ട് ബുക്കാണ്. 6 പേപ്പറുണ്ട്, 3 ദിവസം എക്സാം, ഒരു ദിവസം 2 പേപ്പർ വെച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തത് സാധാ ഓപ്പറേഷണൽ ഫീൽഡിലാണ്, സാധാ ഒരു സോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ജോലി. അത് കത്ത് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് നാൾ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിവരങ്ങളൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ബുക്കുകളൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ്, കളക്ട് ചെയ്തൊക്കെ വയ്ക്കും. അപ്പം ഞാൻ ഈ പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ കളക്ട് ചെയ്യണം എന്നറിയില്ല, ആരോട് ചോദിക്കും, ഏത് കോച്ചിങ്ങിന് പോകണം ഒന്നും അറിയില്ല. അത് പക്ഷേ മാതാവ് എനിക്ക് ഓരോ സമയത്തും അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ എൻ്റെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ, കുഞ്ഞിനോടൊപ്പം വളരെ ചെറിയ കുഞ്ഞായിരുന്നു, 6 മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം എങ്കിലും ആ സമയത്തെല്ലാം മാതാവ് ഒരുക്കി. അതൊന്നും എനിക്ക് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് അറിയില്ല, മാതാവ് എല്ലാം ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ പറ്റും, ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല, ഒരു എക്സാം എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടെൻഷൻ കൂടി, ഓരോ സമയമാകുമ്പോഴും കൂടുതൽ ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവിടെ പോയാലേ അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾ പോയി കാണണം, അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല, അവിടെ പോയി എടുക്കണമെന്ന്. പക്ഷേ ആദ്യം എനിക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഓൺലൈനിൽ എടുക്കാമെന്ന് അറിഞ്ഞത് കേട്ട് ഓൺലൈനിൽ ഞാനൊരു ഉടമ്പടി അങ്ങ് എടുത്തു. അതുമുതൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ അധികം ജോലിക്ക് പോകുന്നെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഒരാളുടെ ഇടയിൽ അങ്ങനെ ഒരിടവും പുറത്ത് പോകാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതായി ടെൻഷൻ. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നടയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അവൾക്ക് കൊടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല തരാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ഒന്നും തരണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി, ഗോതമ്പൊടിയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഞാൻ ആ ചേച്ചിയും കൂടെ പോയി കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ കയ്യിൽ പത്രം ഇത്രയധികമൊന്നും ഇല്ല, കയ്യിലൊരു പഴയ പത്രം ഞാൻ പള്ളിയിലൊക്കെ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാതെയൊക്കെ ഇട്ടേക്കും, ആരെങ്കിലും വെച്ചിട്ട് പോകും, അതൊക്കെ ഞാനെടുത്ത് എനിക്ക് ഒരെണ്ണം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അതെൻ്റെ കയ്യിലുണ്ടെന്ന്. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ചേച്ചി പോകണം, അവിടെ ഭയങ്കര മിറാക്കിളാണ്, ചേച്ചി പോകണം. അപ്പോൾ എനിക്കറിയാം മോളെ ദൈവം അനുഗ്രഹിക്കുന്നു, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ അന്ന് എനിക്ക് ചിലവായത് 500 രൂപയിൽ ചില്ലറയായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ആ പൈസ മറ്റൊരു വിധത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് വളരെ അപ്രതീക്ഷിതം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് തിരിച്ചു കിട്ടുന്നത്. അത് ശരിക്കും ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളൊന്നും അല്ല, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചതാണ്. അത് 2000 രൂപ അടിച്ചു. അതായത് 500 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായത് 2000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. പിന്നെ എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു. കാരണം ഞാൻ എപ്പോഴും കൊന്ത ശരീരത്തിൽ ഉപയോഗിക്കും, എപ്പോഴും ഞാൻ മാലയിടും, പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയി, മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി. പിന്നെ മാതാവ് എന്നെ അടുപ്പിക്കലായിരുന്നു. അങ്ങനെ മാതാവിലേക്ക് അടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ജീവിതത്തിൽ മുഴുവനായിട്ട്, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ റിസൾട്ട് വരുന്നത് മെയ് മാസം 9-ാം തീയതി. അതായത് എൻ്റെ ഉടമ്പടി എടുത്ത് 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് റിസൾട്ട് ആയിപ്പോയി. എന്നെ റിലീവ് ചെയ്യുന്നതും ഒക്കെ ലേറ്റായി. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല, നാഗ്പൂരാണ് പോസ്റ്റിങ്. മാർക്ക് ഓരോ പേപ്പറിനും 40 മാർക്ക് വേണം.
രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പരീക്ഷ. ഓരോ പേപ്പറും ജനറൽ മെറിറ്റിൽ 40 മാർക്ക് വേണം. ടോട്ടലായിട്ട് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ജനറലിൽ കിട്ടുമെന്നുള്ളത് ആ ഒരു ടെൻഷൻ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റിൽ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൈയും കാലം എനിക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിയിലാണോ വേറെ നിങ്ങൾ ആലോചിക്കരുത്, പേടിക്കരുത്, പിന്നെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. എങ്കിലും ഞാൻ ആദ്യം റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു. എങ്കിലും നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറലിൽ 392.5 മാർക്കാണ് എൻ്റേത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 0.25 കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഇപ്പോഴും അത് മാതാവിനോട് എൻ്റെ ജീവിതം ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആകണമെന്ന് ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വരി കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെയും ഒരു നാണക്കേടും കൂടാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഞാനൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ്. ഇപ്പോഴും എവിടെയും എപ്പോഴും ഞാൻ ആദ്യം പറയണതായിരിക്കും, ഞാനാണ് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്, എനിക്ക് കഴിഞ്ഞ് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ഒരു വാക്ക് ഞാൻ പറയും. അങ്ങനെ മാതാവ് എനിക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു ഇടം തന്നു. ഇന്ന് ഞാൻ ആ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം. അവർ വളരെ വിഷമത്തോടെ നോക്കി വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിജയം ഞാൻ കൃപാസന മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ആകെ വ്യത്യാസമാണ്. കാരണം ഞങ്ങൾ ഫാമിലിയോടെ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. നാഗ്പൂർ അവിടെ സെറ്റിൽ. അവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, ദൂരെയൊക്കെയാണ്. എങ്കിലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മലയാളം ഇത്രയും പേപ്പർ ഞാൻ കരുതിയിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കാശ് രൂപവും ഉപ്പും പുസ്തകങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. ആരെങ്കിലും ആവശ്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ അതിലെ 1-2 അടയാളങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്, ഞാൻ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമ്പം അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുത്ത ശേഷം അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതെന്നെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് അകലെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, തേനും ഉപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ പറയും. അതുപോലെ വീടിൻ്റെ ഭാഗത്തും അതായത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും, വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് പോയി അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഈശോയുടെ നാമം വെളിപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെക്കാൾ അധികമായിട്ട് ഈശോയെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവരുടെ ലൈഫിൽ കൂടുതൽ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വചനം പ്രസംഗിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ഈശോയെക്കുറിച്ച് പറയുകയും നമ്മൾ ആ നന്മ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം വചനത്തിലൂടെ ദൈവം അത് സ്ഥിരീകരിക്കുകയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കേസിൽ ഞാൻ തടസ്സങ്ങൾ എവിടെയൊക്കെ വരുന്നത്, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴും, അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, വീട് കിട്ടാതിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഒരു ഉറപ്പുണ്ട്, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും മാതാവും ഈശോയും ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത്. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനാണ് വന്നത്, സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും